ഇറങ്ങ മോളെ. വാ. കൊളുത്തിക്കോ. മോനെ, സ്വന്തം വീട്ടിലെ കല്യാണം പോലെയല്ലേ മോനെല്ലാം നോക്കി നടത്തുന്നത്. മാളു എനിക്ക് ചെയ്ത സഹായങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. മാളുവിനെ പോലെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ നമ്മുടെ ആദിക്യം കണ്ടെത്തണം. മോളെ നടക്ക. നീ കണ്ണുരുട്ടൊന്നും വേണ്ട. നിനക്കൊരു ഫ്ലാഷ് ബാക്ക് ഞാൻ റിമൈൻഡ് ചെയ്ത് തരട്ടെ. ഫ്ലാഷ് ബാക്കോ? ആ, അമൃതേച്ചി കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ നീ പടക്കം പഠിച്ച ഓർമ്മയുണ്ടോ? അത് ഞാനല്ലല്ലോ പൊട്ടിച്ചേ, പിള്ളേരല്ലേ. നീ പറയാതെ പിള്ളേര് പൊട്ടിക്കില്ലല്ലോ. നീ നിന്റെ കൂട്ടുകാരൻ കോളേജിൽ വെച്ച് എന്നോട് ചെയ്തതൊന്നും ഞാനും മറന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ? നീ ഇപ്പൊ ഇത്ര നല്ലവനായിട്ട് നടക്കുന്നത് എന്തിനാന്ന്? എനിക്കെതിരെയുള്ള എന്തെങ്കിലും പണിയാണോ? എന്ത് പണി? അതാ എനിക്കും അറിയാത്തത്. അതന്നല്ലേ നിന്നോട് ചോദിക്കുന്നതും. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ, നിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്താന്ന് പറഞ്ഞത് എന്റെ മുത്തശ്ശനാ. മുത്തശ്ശൻ ഒരു കാര്യം ഏൽപ്പിച്ച അത് ഭംഗിയായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാ. അതുകൊണ്ട് മാത്രം നമ്മൾ തമ്മിലുള്ള ശത്രുത ഞാൻ മറന്നേക്കുക. തൽക്കാലത്തേക്കോ? ആ, നിന്റെ കല്യാണം കഴിയുന്നവരെ. ആദി, മാളുവിനെ അകത്തേക്ക് കൊണ്ടു വാ. വന്നേ മാളു, വാ. അങ്ങോട്ട് പൊക്കോ മോളെ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. വാ വാ.